വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുകയാണ്. ലളിതാ സഹസ്രനാമവും തുടർന്ന് മറ്റ് ചില പാരായണങ്ങളും ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇന്ന് ഭഗവാൻ ശ്രീ അനന്തപത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താൽ ഈ ജപം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ മഹാഭാരതത്തിൽ അനുശാസന പർവത്തിൽ അടങ്ങിയ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ വിഷ്ണു സഹസ്രനാമം ആദ്യത്തെ വരികൾ ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓംകാരം ചേർത്ത് തന്നെയാണ് ആരംഭിക്കുന്നത്. അണ്ട ചരാചരങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഓംകാരം, പ്രണവം. എപ്പോൾ തുടങ്ങി, എവിടെ തുടങ്ങി, എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്നു, ഇതെല്ലാം ചേർത്ത് ഒരു ഒറ്റ നിശബ്ദമായ പ്രാർത്ഥന, ഓംകാരം. ഓം ശുക്ലാം അംബരധരം എന്നാണ്. ശുക്ലം എന്നാൽ വെളുത്തത്, വെളുപ്പ് എന്നുള്ള അർത്ഥത്തിലെടുക്കാം. ഇവിടെ ശുക്ലം എന്നാൽ തേജസ് എന്നുള്ള അർത്ഥത്തിലെടുക്കുക. ശുക്ലം, ആ ശുക്ലത്താലാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ശുക്ലാം, ശുക്ലാം എന്നാൽ വെളുത്തത് എന്ന അർത്ഥത്തിലെടുക്കാം. പക്ഷെ ഇവിടെ തേജസ്സാണ്. ശുക്ലാം അംബരധരം. അംബരം എന്നാൽ ആകാശം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ആകാശത്തെയും എടുക്കുക. അംബരം, ശുക്ലാം അംബരം. തേജസ്സുറ്റുള്ളൊരു ചിന്തകൾ ഉണ്ടാക്കിയെടുക്കണം. യുക്തിപൂർവം, നീതിപൂർവം, ധർമ്മത്തിലധിഷ്ഠിതമായ ചിന്തകളിലേക്ക് കടക്കണം. കാരണം യുധിഷ്ഠിരനോട് പറയുകയാണ്, താനാണ് ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നത്. അങ്ങനെയുമുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ശുക്ലാം അംബരധരം, അങ്ങനെയുള്ള തേജസ്സുറ്റുള്ള ഒരു ബുദ്ധിയും ചിന്തയും ധർമ്മവും ഉറപ്പിക്കുക. ശുക്ലാംബരധരം വിഷ്ണു, വിഷ്ണു എന്നല്ല, വിഷ്ണു. വിഷ്ണു എന്നാൽ എല്ലാത്തിലും എവിടെയും സർവവ്യാപിയായതാരോ അവൻ വിഷ്ണു. ഇവിടെ വിഷ്ണു. അപ്പോൾ ഉറപ്പിക്കുകയാണ്, വിഷ്ണു എല്ലാത്തിലും എവിടെയും ആ ശക്തി ഉള്ളതിനാൽ വിഷ്ണു, നിന്നിലും ആ തേജസ് ഉണ്ട് എന്ന് ഉറപ്പിക്കുകയാണ്. വിഷ്ണു ശശിവർണം ചതുർഭുജം. ശശിവർണം, ശശി എന്നാൽ നമുക്കറിയാം ചന്ദ്രനെയാണ് കുറിക്കുന്നത്. അവിടെ രണ്ട് രീതിയിൽ എടുക്കുക. ശശി എന്നാൽ പൂർണ്ണചന്ദ്രനെയാണോ ഉദ്ദേശിക്കുന്നത്, അല്ല ചന്ദ്രകലയാണോ? പൂർണ്ണചന്ദ്രനാണെങ്കിൽ ആ രീതിയിലാവണം കുറിക്കേണ്ടിയിരുന്നത്. ഇവിടെ ശശി എന്നാൽ ചന്ദ്രകല എന്നുള്ള അർത്ഥവും കൂടി എടുക്കുക. അപ്പോൾ ശശിവർണം എന്നാൽ ഭഗവാൻ മഹാദേവന്റെ വർണ്ണവും കൂടി അടങ്ങും. കാരണം പകല് മാത്രമല്ല ജീവിതം, ഇരുട്ടും വന്നു ചേരും, ഇരുളടയും മനസ്സ്. അപ്പോൾ ശശിവർണം, അതിൽ ഒരല്പമെങ്കിലും ശുക്ലാം അംബരധരമാണെങ്കിൽ ആ ശശിവർണം ചതുർഭുജമാകും. ചതുർഭുജം എന്നാൽ 4 കയ്യുകൾ എന്നാണ് നമുക്കറിയാം. എന്നാൽ ഇവിടെ ചതുർ എന്നുള്ള അർത്ഥം ചാതുര്യം എന്നുള്ള അർത്ഥത്തിലും കൂടി എടുക്കുക. ചാതുര്യമുള്ള വഴികളെ തിരഞ്ഞ് കണ്ടുപിടിക്കണം. ജീവിക്കാനും മുന്നോട്ട് രാജ്യം ഭരിക്കാനും നമ്മളുടെ ധർമ്മത്തിൽ ഉറയ്ക്കാനുമുള്ള ചതുർഭുജങ്ങളെ, ആ 4 തരം വഴികളിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതാണ് ഭുജങ്ങൾ. ചതുർഭുജം. പ്രസന്ന വദനം ധ്യായേത്. പ്രസന്നം, ഏത് തരം പ്രശ്നങ്ങൾ വന്നു ചേർന്നാലും, ഏതൊക്കെ ചിന്തകൾ വന്നാലും പ്രസന്നമായിരിക്കണം. വദനം, വദനം എന്നാൽ മുഖം എന്നുള്ള അർത്ഥവും എടുക്കാം. നേരിടുക, ഫേസിങ്, ഫേസ് ചെയ്യുക. പ്രസന്ന വദനം, എന്തിനേയും പ്രസന്ന വദനം ധ്യായേത്. ധ്യായേത് എന്നാൽ ധ്യാനിക്കുക, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പ്രസന്ന വദനത്തോടുകൂടിയാണ് ധ്യാനം. ഒരു തരത്തിലുള്ള ഭാരത്തോടുകൂടിയും ഒരിക്കലും ആരും ധ്യാനിച്ചതായി ചരിത്രമില്ല. ലൈറ്ററായിട്ട് പോകാൻ പറ്റൂ.
അതിനാലാണ് പ്രസന്നവദനം ധ്യായേത് സർവ വിഘ്നോ ഉപശാന്തയേ. അങ്ങനെ പ്രസന്നവദനമായി ധ്യാനിക്കുമ്പോൾ സർവവിഘ്നോ ഉപശാന്തയേ എന്നാണ്. എന്താണ്? വിഘ്നങ്ങൾ ശാന്തി അടഞ്ഞാൽ മതിയല്ലോ. എന്തിനാണ് ഉപശാന്തയേ? സർവവിഘ്നോപശാന്തയേ. സർവവിഘ്നങ്ങളും വന്നു ചേരും. കാരണം നീ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആ ഘട്ടങ്ങളിൽ, ആ സമയങ്ങളിൽ പ്രസന്നവദനമായി ധ്യാനിക്കുമ്പോൾ വിഘ്നങ്ങളെല്ലാം വന്നു ചേരുമ്പോൾ ഉപശാന്തയേ. ഉപശാന്തയെ എന്നാൽ എന്താണ്? ശാന്തി ലഭിക്കും. എങ്ങനെയാണ്? ഉപശാന്തയെ. നമ്മൾ ഉപനയനം, ഉപകരണം, മറ്റൊരു കരം കൂടി വന്നു ചേരും അവിടെ. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീ അനന്ത പത്മനാഭസ്വാമിയേ നമോ നമഃ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്തി ശാന്തി ശാന്തി. ശ്രീ അനന്ത പത്മനാഭസ്വാമിയേ ശരണം.